സുനിൽ, ഇന്ന് ഏറെക്കുറെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ വന്നു. 82 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നുള്ളതാണ് CPIയുടെ ആത്മവിശ്വാസം. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയാണ്. ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള കണക്കുകൾ ക്രോഡീകരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള കണക്കുകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സമിതിക്ക് നാളെ കൊടുക്കും. നാളെ ആകുമ്പോഴേക്കും ഒരു കൃത്യമായ ചിത്രം അതിൽ കിട്ടും. ലീഗ് വലിയ ആത്മവിശ്വാസത്തിലാണ്. 27-ൽ 24 വരെ സീറ്റുകൾ നേടാമെന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 സീറ്റിൻ്റെ ആത്മവിശ്വാസം ലീഗിനില്ല. 85 ഇന്ന് ലീഗ് പറയുന്നത്, 85 സീറ്റുകൾ എന്ന് പറയുന്നു. ലീഗ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോൾ ലീഗിൻ്റെ കോട്ടകളിൽ ലീഗിന് ആത്മവിശ്വാസം, CPIയുടെ കോട്ടകളിൽ CPIന് ആത്മവിശ്വാസം, BJP വിജയിക്കുമെന്ന് കരുതുന്ന ഒരു 3 പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങളിൽ BJPക്ക് ആത്മവിശ്വാസം, കോൺഗ്രസിനും മറ്റു മണ്ഡലങ്ങളിൽ പൊതുവെ ആത്മവിശ്വാസം. കോട്ടകൾ ഭദ്രമോ? നമ്മൾ ഇന്നലെ പറഞ്ഞത് പ്രവചനാതീതം എന്നാണ്. പ്രവചനാതീതമായി തന്നെ കേരളത്തിലെ ജനവിധി തുടരുകയാണ്. അപ്പോഴും ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ UDFിൻ്റെയും പ്രധാനപ്പെട്ട കോട്ടകളിൽ വലിയ ഇളക്കം തട്ടാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകൾ, പ്രത്യേകിച്ച് CPMൻ്റെ കാര്യം പറഞ്ഞാൽ കണ്ണൂർ, പാലക്കാട് സീറ്റുകൾ കുറയും, ഒരു സംശയവുമില്ല, സീറ്റുകൾ കുറയും. കണ്ണൂർ, പാലക്കാട്, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ തൃശ്ശൂർ, ഈ 4 ജില്ലകൾ മാത്രം എടുത്താൽ പോലും, കോഴിക്കോട് ജില്ലയിലെ ഒരു ഭാഗം എടുത്താൽ പോലും ഏതാണ്ട് 60-ലധികം സീറ്റുകളുണ്ട്. ഒരുപക്ഷെ ഇത്തവണ 60-ലധികം സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയില്ല, അതൊരു പക്ഷേ 40 കുറയാനുള്ള സാധ്യതയുണ്ട്. 40 സീറ്റ് പിടിച്ചാൽ പോലും 20-22 സീറ്റുകൾ കൊഴിഞ്ഞു പോയാൽ പോലും CPMനെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത്തവണ സാഹചര്യം ഭദ്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയത്തിലേക്ക് പോകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് 64 സീറ്റ് വരെ സംശയം കൂടാതെ നേടാം എന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളും ഒഴിവാക്കിയാണ് ആ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒഴിവാക്കിയ മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ പത്തനാപുരമുണ്ട്, കായംകുളമുണ്ട്, അമ്പലപ്പുഴയുണ്ട്, അതുപോലെ തളിപ്പറമ്പ് പോലുമുണ്ട്. തളിപ്പറമ്പ് ടൈറ്റ് ഫൈറ്റ് എന്നാണ് ഇട്ടിരിക്കുന്നത്, ടൈറ്റ് ഫൈറ്റ്. ഒരു കാരണവശാലും അവിടെ അങ്ങനെ ഒരു സാധ്യത CPM പ്രതീക്ഷിക്കുന്ന പോലുമില്ല. പക്ഷേ IBയുടെ റിപ്പോർട്ട് അനുസരിച്ച് തളിപ്പറമ്പ് പോലും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ്. IB റിപ്പോർട്ട് പ്രകാരം 64 ഇടതുപക്ഷം വിജയം നേടും. ഒപ്പം 16 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരം എന്നാണ് പറയുന്നത്. ആ 16 സീറ്റുകളിലാണ് തളിപ്പറമ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നാദാപുരമുണ്ട്, തൃത്താലയുണ്ട്, ഇരിങ്ങാലക്കുടയുണ്ട്, കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവ്, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളുണ്ട്. നേമത്ത് ഒരുപക്ഷെ BJP വിജയിച്ചേക്കും എന്നുകൂടി IB റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാലക്കാട് UDF നേടും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ ഇപ്പോഴും കേരളത്തിലെ ഒരു ജനവികാരം, ഒപ്പം തന്നെ LDF പ്രതീക്ഷിക്കുന്നത് അവർക്കൊപ്പം അവരുടെ കോട്ടകൾ ഉറച്ചു നിൽക്കുമെന്നതാണ്. ഇപ്പോൾ അരുൺ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPMൻ്റെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നാളെ മാത്രമേ വരികയുള്ളൂ. CPI ഇതിനകം തന്നെ അവരുടെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഭരണ തുടർച്ച തന്നെയാണ് CPI പ്രവചിക്കുന്നത്. അതേസമയം കോൺഗ്രസ് 100 സീറ്റിലധികം നേടും എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഉയർന്ന പോളിംഗ് ശതമാനത്തിലാണ്. അപ്പോൾ ഞാൻ ഈ ഉയർന്ന പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 40-ലധികം മണ്ഡലങ്ങളിൽ ഇത്തവണ 80% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. 40-ലധികം മണ്ഡലങ്ങളിൽ ഏതാണ്ട് 16 മണ്ഡലങ്ങളിൽ അതേസമയം 75% താഴെയാണ് വോട്ട് പോൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 18 മണ്ഡലങ്ങളിൽ. അപ്പോൾ 40 മണ്ഡലങ്ങളിൽ നമ്മൾ ഈ വോട്ട് ശതമാനം കൂടിയ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും UDF മണ്ഡലങ്ങളാണ്. കോഴിക്കോട്ടുള്ള മണ്ഡലങ്ങളായിക്കോട്ടെ, മലപ്പുറത്തുള്ള മണ്ഡലങ്ങളായിക്കോട്ടെ, എറണാകുളത്തുള്ള മണ്ഡലങ്ങളായിക്കോട്ടെ. അതേസമയം കണ്ണൂരിൽ ഇത്തവണ 80%-ലധികം വോട്ട് പോൾ ചെയ്ത മണ്ഡലങ്ങളുണ്ട്. പക്ഷേ കണ്ണൂരിലൊക്കെ CPM ഈ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളാണ്. കല്യാശ്ശേരി ആയാലും അതുപോലെ മട്ടന്നൂരായാലും അവിടെയൊക്കെ 80%-ലധികം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഭൂരിപക്ഷം കുറയുമെങ്കിൽ പോലും വലിയ അപകടം അവിടെ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം 80%-ലധികം വോട്ട് പോൾ ചെയ്തിട്ടുള്ള 40 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഭൂരിഭാഗവും UDF മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു മാറ്റത്തിൻ്റെ സൂചന ഉണ്ടാകേണ്ട കാര്യം തന്നെയില്ല. LDF മണ്ഡലങ്ങളുമുണ്ട് അത്തരത്തിൽ വരുന്നത്. അതൊരു അപകടമായി ഏതായാലും ഇടതുപക്ഷം വിലയിരുത്തുന്നില്ല. UDF പക്ഷേ അവിടെയൊക്കെ തന്നെ മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം നോക്കൂ, ഏതാണ്ട് 75%-ലധികം വോട്ട്, അതിൽ 75% താഴെ, ഒപ്പം തന്നെ 70% താഴെ വരുന്ന വോട്ട് ശതമാനമുള്ള 18 മണ്ഡലങ്ങളുണ്ട്. അതിൽ LDF ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഹോൾഡ് ചെയ്യുന്നത്. LDF ഏതാണ്ട് അതിൽ ഒരു 4-5 സീറ്റ് മാത്രമാണ് UDFനുള്ളത്. അപ്പോൾ ഒരു വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ
വലിയൊരു വോട്ട് ശതമാനം വരേണ്ടതായിരുന്നു എന്നതാണ് LDF കേന്ദ്രങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കുക, അതിൽ ചിറയൻകീഴുണ്ട്, ആറ്റിങ്ങലുണ്ട്, വർക്കലയുണ്ട്, ഗുരുവായൂരുണ്ട്, ചെങ്ങന്നൂരുണ്ട്, കാട്ടാക്കടയുണ്ട്, മാവേലിക്കര, അതുപോലെ കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, അതുപോലെ കാഞ്ഞിരപ്പള്ളി, കോട്ടയം, പുതുപ്പള്ളിയിലൊന്നും മാറ്റമുണ്ടാവില്ല, അവിടെ ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും വിജയിക്കുക. പൊന്നാനി, റാന്നി, കോന്നി, ആറന്മുള, അടൂർ, തിരുവല്ല, ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ 75% താഴെയും 70% താഴെയുമാണ് വോട്ട് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വോട്ട് ശതമാനം അവിടെ കുറവാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലങ്ങളിൽ ഇല്ല എന്നും LDF വിലയിരുത്തുകയാണ്. ഏതായാലും കേരളത്തിലെ 30 മുതൽ 40 വരെ സീറ്റുകളിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ് എന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഏതാണ്ട് 25 മുതൽ 30 വരെ മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളും വളരെ നിർണായകമാണ്. 50 മണ്ഡലങ്ങളിൽ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപക്ഷെ നിർണായകമായേക്കാം ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഒരു വിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി എല്ലാ മൈനോറിറ്റി വിഭാഗവും എല്ലാ ന്യൂനപക്ഷ വിഭാഗവും UDFന് അനുകൂലമായി ഇത്തവണ തിരിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ സംശയമുണ്ട് അക്കാര്യത്തിൽ. ഇന്നലെ വരെ എനിക്ക് അക്കാര്യത്തിൽ ഒരു ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ഈ LDF കേന്ദ്രങ്ങളിൽ നിന്നും UDF കേന്ദ്രങ്ങളിൽ നിന്നും പലരുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയൊരു കൺസോളിഡേഷൻ UDFന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും സംശയമാണ്. പക്ഷേ ഇത്തവണ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. 80%-ലധികം സ്ത്രീകൾ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരാണെങ്കിൽ 75%. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടായിരിക്കാം. മൊത്തം വോട്ടുകളുടെ എണ്ണം നോക്കിയാൽ പോലും സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിലാണ് വലിയ വർധനവുള്ളത്. ഏതായാലും ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യം പറയുമ്പോൾ കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ ഇടതുപക്ഷം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ AP വിഭാഗം, അതുപോലെ EK സുന്നി വിഭാഗം, അതുപോലെ ജമാഅത്ത്, അതുപോലെ ഈ ജമാഅത്ത് കൗൺസിൽ, SDPI, ഈ എല്ലാ ഫാക്ടറുകളും ചേരുന്നതാണ് ഒരു മുസ്ലിം മൈനോറിറ്റി വിഭാഗം എന്ന് പറയുന്നത്. ഇതിൽ AP വിഭാഗം ശക്തമായി തന്നെ ഇത്തവണ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ജമാഅത്ത് കൗൺസിൽ ശക്തമായി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്. അതുപോലെ SDPIയുടെ ഒരു പിന്തുണയും ഇത്തവണ പല മണ്ഡലങ്ങളിലും ഫാക്ടറായി മാറാനുള്ള സാധ്യതയുണ്ട്. വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദമായിരുന്നു. SDPIയുടെ വോട്ട് വേണ്ട എന്ന് UDFും പറഞ്ഞിട്ടില്ല, LDFും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും SDPI ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഈ ഫാക്ടറുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷം ഒന്നാകെ UDFന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റിയിലും ഇത്തവണ ഒന്നാകെ UDFന് അനുകൂലമായ ഒരു തരംഗം, FCRA ബില്ല് ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് അനുകൂലമായിട്ട് ഒരു ചർച്ചയായിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ഒന്നാകെ ഒരു UDFന് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്റ്റ് വിഭാഗം, ഏതാണ്ട് 20 ലക്ഷം വോട്ടുകളുണ്ട് കേരളത്തിൽ പെന്തക്കോസ്റ്റ് വിഭാഗത്തിന്. അവർ ഇത്തവണ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കണം എന്നൊരു സന്ദേശം അവർക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പല മണ്ഡലങ്ങളിലും ആ വോട്ടുകളും നിർണായകമാണ്. ഇതുകൂടാതെ ഹിന്ദു വിഭാഗത്തിലെ തന്നെ ഏതാണ്ട് 28-ലധികം പിന്നാക്ക ചെറുജാതി വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള ശക്തമായ നീക്കവും ഇത്തവണ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ ചെറിയ പോക്കറ്റുകളിൽ നിന്നൊക്കെ തന്നെ വലിയൊരു പിന്തുണ കിട്ടും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി കോട്ടകളിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളിലോ കാര്യമായി വിള്ളലുണ്ടാകില്ല, പിടിച്ചു നിൽക്കാനാകും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം UDF ഇപ്പോഴും ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പിൻബലത്തിലാണ്. മാത്രമല്ല ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏകീകരിച്ചു എന്നുള്ളൊരു ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഏകീകരിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ വോട്ടുകൾ ഏകീകരിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് ഇന്ന് പലരുമായി സംസാരിച്ചപ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ഓക്കെ, Meet the editors.